ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മളിപ്പോൾ ഉള്ളത് ജോധ്പൂരിലെ ബ്ലൂ സിറ്റിയിലാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ജോധ്പൂരിലെ ബ്ലൂ സിറ്റിയുടെ കാഴ്ചകളാണ്. ജോധ്പൂർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ബ്ലൂ സിറ്റി അല്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റിലൊക്കെയാണ് ബ്ലൂ കളേഴ്സ് ഉള്ളൂ. ഓക്കെ, നമുക്ക് ബ്ലൂ സിറ്റി വിശേഷങ്ങളോട്ട് കിടക്കാം. വാ, നമ്മളപ്പോൾ ബ്ലൂ സിറ്റിയിലേക്കുള്ള വഴിയിലോട്ടാണുള്ളത്. ബ്ലൂ സിറ്റി നേരല്ലേ? ലെഫ്റ്റാ? ഇവിടുത്തെ ബിൽഡിങ്സ് നോക്കി ഗൈസ്. ബ്ലൂ സിറ്റി ഒരു ഗല്ലിയുടെ ഉള്ളിലോട്ടോ. നോക്കി ഇവിടുത്തെ സ്ട്രക്ചറുകളൊക്കെ പഴയ സ്ട്രക്ചറുകൾ കേട്ടോ. ഏതമൂടല്ലേ? ബ്ലൂ സിറ്റി അന്വേഷിച്ചുള്ള നമ്മുടെ യാത്ര ജോധ്പൂരിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ, ആൾ പോണ പോക്ക് നോക്കിയേ. അതിൻ്റെ ഉള്ളിൽ എന്ന് നടക്കണ്ടല്ലോ. എന്നാൽ ഈ സ്ട്രക്ചറുകളൊക്കെ നോക്കി ഭയങ്കര രസമായിട്ടല്ലേ. ഇവിടെ വേണ്ട, ഇവിടുത്തെ വഴിയൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ഉണ്ട് ഗൈസ്. കണ്ടോ, ഒരു ഓട്ടോ വന്നു കഴിഞ്ഞാൽ ബൈക്കിന് പോകാൻ പറ്റില്ല, അത്രയും കൺജസ്റ്റഡ് വഴികളാണ് മൊത്തം. ഫുള്ള് വഴികളാട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളാണ്. നിങ്ങൾ ഈ ബിൽഡിങ്സ് ഒക്കെ നോക്കി എന്ത് ഭംഗിയാണല്ലോ കാണാൻ. ബിൽഡിങ്സ് അല്ല ആക്ച്വലി, ഇതൊക്കെ വീടുകളും അതും ഇതൊക്കെയാണ്. ദാറ്റ് മീൻസ് വെറുതെ കുറേ ഷോപ്പുകളും മാത്രമല്ല, കുറേ വീടുകളും ഒക്കെയാണ്. മുകളിൽ കണ്ടാ കോട്ടയുടെ താഴ്ത്ത് നോക്കുമ്പോഴാണ് ഇത് മൊത്തം ഒരു ബ്ലൂ സിറ്റി. അങ്ങനെയാണ് പറയണേ. അതായത് ജോധ്പൂർ ബ്ലൂ സിറ്റി എന്ന് പറയുമ്പോൾ ജോധ്പൂർ മൊത്തം ബ്ലൂ സിറ്റി അല്ല ഗൈസ്. ജോധ്പൂർ മൊത്തം ബ്ലൂ സിറ്റി അല്ല ഗൈസ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രമാണ് ഈ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത്. അത് നമ്മളൊരു കോട്ടൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തം ബിൽഡിങ്സ് എല്ലാം ഒരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂ കളർ, അതാണ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അതെല്ലാം എന്താ പറയുക, കൺസ്ട്രക്ഷനും ബ്ലൂ കളറൊന്നുമല്ല ഗൈസ്. ഓക്കെ, പിന്നെ സൺസെറ്റ് സമയവും സൺറൈസ് സമയവും കാണാൻ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റ് ടൈമായിട്ടാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഉള്ളത്. ഓക്കെ, യെസ്. ഈ മതിച്ചമരൊക്കെ ഉണ്ടോ, ബ്ലൂ കളേഴ്സ്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കണേ. ഉണ്ടോ ഇവിടെ അവിടെ മൊത്തം ബ്ലൂ കളറാട്ടോ, ബ്ലൂ കളേഴ്സ് ആട്ടോ മൊത്തം. മൊത്തം ബ്ലൂ കളേഴ്സാണ് ഗൈസ്. കണ്ടോ, ഇവിടുത്തെ മെയിൻ ഫോട്ടോ പോയിന്റ് ഒക്കെയാണ് ഇതൊക്കെ. ഓക്കെ, കഴിഞ്ഞോ? ഇതൊക്കെയാണ് മൊത്തം ഫോട്ടോ പോയിന്റ്സ് ആണ് ഇതാ. മെയിൻ ഫോട്ടോ പോയിന്റ് ആട്ടോ ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് വന്നത്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വേണം. ഇവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ കളേഴ്സ് ഒന്നല്ല കേട്ടോ. ചില ബിൽഡിങ്സാണ് ബ്ലൂ കളേഴ്സൊക്കെ ഉള്ളൂ. ഇതൊക്കെ നോക്കി, ഇവിടെ കുറേ പിക്ചേഴ്സ് ഉണ്ട് ഗൈസ്, കുറേ ആർട്ട് വർക്ക് ഉണ്ട്. തിരിച്ച് നടക്കാൻ നോക്കി, നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. അവിടെയാണ് ഈ ബ്ലൂ സിറ്റിയുടെ ഒരു വ്യൂ പോയിന്റ് തന്നെ. ഈ വഴി ഇങ്ങനെ കയറണം മുകളിലോട്ട്. ഓക്കെ,
ഈ വഴി നമ്മൾ സ്റ്റെപ്പ് അങ്ങോട്ട് മുകളിലോട്ട് കയറണം ഗൈസ്. അപ്പോൾ നമുക്ക് ബ്ലൂ സിറ്റിയുടെ നല്ലൊരു കിടിലൻ വ്യൂ കിട്ടും. ഫുൾ ആർട്ട് വർക്കാണ് കേട്ടോ. നോക്കിയേ, എല്ലായിടത്തും ആർട്ട് വർക്കാണ്. മോളിൽ കയറിക്കൊണ്ടിരിക്കണം. ബാക്കിൽ കുറച്ചൊക്കെ കാണാൻ പറ്റും. അവസാനല്ലേ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടി തുടങ്ങിട്ടോ. ബ്ലൂ സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീടുകളും ബ്ലൂ കളറല്ല, ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ. ലോട്ട് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. കോട്ട നോക്കി, ഫുള്ളില്ലെങ്കിലും ലോട്ട് ഓഫ് ഭാഗം മൊത്തം ബ്ലൂ തന്നെയാണ് കേട്ടോ കാണാൻ. ഇവിടെ നോക്കുമ്പോൾ ജായി രസം തന്നെ. സിറ്റി മൊത്തം നമുക്കിങ്ങനെ കാണാം. ശരിക്കും ബ്ലൂ സിറ്റി എന്ന് പറയുമ്പോൾ മൊത്തം ബ്ലൂ വേണ്ട, പക്ഷെ ഈ ഒരു പോർഷൻ മാത്രം കേട്ടോ. ഈ ഒരു പോർഷൻ മാത്രമാണ് ഇങ്ങനെ ബ്ലൂ ആയിട്ട് നിൽക്കണുള്ളൂ വയസ്സ്. പക്ഷെ അതിന് വേറെ രസമായിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്, അവിടെയും കൂടി പോകാം. കോട്ട നോക്കിയേ, ബെഡാ കോട്ട കേട്ടോ. ഈ കോട്ട ഇങ്ങനെയുള്ള എൻട്രൻസ് വേറെ വഴി തന്നെ കഴിച്ചു. യെസ് യെസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോർഷൻ മാത്രമല്ല കേട്ടോ ബ്ലൂ കളേഴ്സ് അടിച്ചിട്ട്. ഈ ഇവിടുത്തെ ആൾക്കാർ മൊത്തം, ഈ ഒരു ഏരിയത്തെ ആൾക്കാർ മൊത്തം ഭയങ്കര സൗഹാർദ്ദത്തിലാണ് പോകുന്നത്. കാരണം എല്ലാ വീട്ടിലും ബ്ലൂ കളേഴ്സ്. ഈ ഒരു ഏരിയ ഒരു പോർഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നോർമൽ കളേഴ്സ് ഉണ്ട്, പല പല എല്ലാ കളേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനാണ് ആക്ച്വലി ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത്. പിന്നെ റിയൽ ലൈഫല്ല, റീലിൽ കാണുന്ന പോലെ നിങ്ങളത് പെട്ടച്ച് വരാൻ നിൽക്കണ്ട, അത്രയ്ക്കൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ വരേണ്ടവർക്ക് ഒന്ന് കാണാമെന്ന് മാത്രം. റീലിൽ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കാണുന്ന ഒരു ഏരിയ മൊത്തം ബ്ലൂ കളറായിട്ടാണ് പല റീലുകളിലും കാണുന്നത്. അത് കളർ കയറ്റിയതാണ് ഗൈസ്. ശരിക്കും ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിക്കുള്ള നീല അല്ലെങ്കിൽ ബ്ലൂ സിറ്റി അല്ലെങ്കിൽ ബ്ലൂ വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് എന്നറിയപ്പെടുന്നത് ഈ ഒരു ചെറിയൊരു പോർഷനേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ ചേരികളിൽ കുറേ പിക്ചേഴ്സ് ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. അതാണ് ആക്ച്വലി വൈറൽ സ്പോട്ടുകൾ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. എല്ലായിടത്തും ആർട്ട് വർക്ക് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ആർട്ട് വർക്കാ.
കുറേ ആൾക്കാർ കിട്ടുന്നുണ്ടോ വണ്ടി വേണേ കേരള ടു കാശ്മീർ അടിച്ച് കയറി എല്ലാവർക്കും വന്നിട്ട് നമ്മുടെ അടുത്ത് ഹായ് നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ടാ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ആക്ച്വലി. ബ്ലൂ സിറ്റി എന്താന്ന് കാണുക, എന്താണെന്നറിയാം. ഓ സോറി, നമ്മളിവിടെ നിന്നൊരു ടീംസിനെ പരിചയപ്പെടുന്നുണ്ടാ. നാംബോൾ നെയിം ഈശ്വർ എന്ന് പറഞ്ഞ ആള്, സാരിക. നാംബോൾ ഹായ്. നാംബോൾ അക്ക ഹായ്. നമ്മളിത് ജോധ്പൂരിന്ന് പരിചയപ്പെട്ടാ ഒരു ഫാമിലി. അപ്പൊ നമ്മള് വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. ഓക്കെ അപ്പൊ ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ശരി കേട്ടോ. ഓക്കെ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ്. ഇപ്പൊ ബ്ലൂ സിറ്റി എന്താണെന്ന് ഫീൽ ചെയ്യാം, അത്രേ ഉള്ളൂ. എന്താന്ന് ഞാൻ പേഴ്സണലി അറിയാൻ നിങ്ങളെയും കാണിച്ചു തരിക. അപ്പൊ അതൊക്കെയാണ് ഈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. അവർ ഗാഡിയെ സേഫാണ്.